അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ളൊരു കറിയല്ല കേട്ടോ അത്. വളരെ തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടെയുള്ളൊരു കറിയാണിത്. കാരണം നമ്മൾ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ മസാലപ്പൊടികളും അധികമൊന്നും ചേർക്കുന്നില്ല. ആകെ ചേർക്കുന്നത് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഒരിത്തിരി ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ തിക്കായിട്ട് വളരെ കുറച്ച് ഗ്രേവി മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ചപ്പാത്തി, റൊട്ടി ഇതിൽക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാക്കി ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു തക്കോലം, അതുപോലെ തന്നെ ഒരു 4 ഏലക്കായ, പിന്നെ ബേ ലീഫ് ചെറുതായതുകൊണ്ട് ഞാൻ ഒരു 3 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ. അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കന് ഞാൻ 800 ഗ്രാമിൻ്റെ ഒരു ചിക്കന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണിത്. അപ്പോൾ അതും കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഈ ഒരു എണ്ണയിൽ ഇങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതുപോലെ വഴറ്റി കൊടുക്കുക. മൂടി വെച്ചിട്ട് ഒന്ന് ഒരു ഹാഫ് കുക്കാവണ വരെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അധികം മസാലകളൊന്നും ചേർക്കാതെ തന്നെ. അപ്പോൾ ആ ചിക്കൻ്റെ മുകളിലൊക്കെ ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ആ ഒരു സമയത്ത് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. മൂടി വെച്ചിട്ട് വേവിക്കുക. ഒരു ഹാഫ് കുക്കാവണ വരെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. ചിക്കൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചിക്കന്. അപ്പോൾ ഒരു 15 മിനിറ്റ് ആകുമ്പോൾ അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. നല്ല പോലെ ആ ഒരു മസാലപ്പൊടികളൊക്കെ ആ ഒരു ചിക്കനിൽ പിടിക്കണ വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം ഒരു 1/4 വേവോളം ആയിട്ടുണ്ട്. ആ ഒരു ചിക്കനിൽ നിന്നൊക്കെ ഒരു ഗ്രേവിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് നല്ല കുക്കായിട്ടുണ്ട്. ഒരു 1/4 ഭാഗത്തോളം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളി തന്നെയാണ്. ഒരു 4 തക്കാളി ഞാൻ ഇതുപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി മാറ്റാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ ഇതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഈ ഒരു 4 തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ തക്കാളി ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ഉടച്ച് ചേർത്താൽ മതി. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്കിതിലേക്കൊരു 4 പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു വലിയ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തതും പിന്നെ ഒരു നാരങ്ങയുടെ ജ്യൂസും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് മല്ലിയില അരിഞ്ഞെടുത്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റും കൂടെ ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. കാരണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇതിന് എരിവ് എന്ന് പറയുമ്പോൾ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. മുളക് പൊടി വളരെ കുറച്ചല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ റൊട്ടി ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് പറയുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.